ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് എനിക്കിവിടെ സുഖമാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 5:45 ആയിട്ടുണ്ട് കേട്ടോ ടൈം. അപ്പോൾ ഇതാ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ ഇതാ ഉമ്മ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പഴം പുഴുങ്ങിയിട്ടുണ്ട്, കൂടെ ഇതാ പത്തിരിക്കുള്ള മാവൊക്കെ നല്ലപോലെ വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതാ ഞാൻ കാലിച്ചായ കുടിക്കുകയാണ്. ഇതിവിടെ വരുമ്പോഴും ഞാൻ നിൽക്കുന്നിടത്തും ഒക്കെ നമ്മൾ കാലിച്ചായ പതിവാണ് കേട്ടോ. പക്ഷേ ഞാൻ നിൽക്കുന്നിടത്തുനിന്ന് കാലിച്ചായ കുടിക്കലൊക്കെ പതുക്കെ കുറേശ്ശെ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോൾ എന്താണെന്നറിയില്ല, ചായ കുടിക്കൽ നിർബന്ധമാണ് കേട്ടോ. അതിന് കൂടെ തന്നെ പഴം പുഴുങ്ങിയതുണ്ട്, അത് വേണമെങ്കിൽ കഴിക്കാം. ഞാൻ ബിസ്ക്കറ്റും കൂട്ടിയിട്ടാണ് കേട്ടോ ചായ കുടിച്ചത്. അങ്ങനെ ഇതാ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഞാൻ പത്തിരി ഒഴിച്ചു തരാമെന്ന് പറഞ്ഞേ. അങ്ങനെ ഇതാ തട്ടിലേക്ക് പത്തിരിപ്പൊടിയൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് തോനുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും കൂടി വിരുന്ന് വരുന്ന സമയത്ത് തന്നെ പത്തിരിപ്പൊടി തെയ്യാതെ വരും, പത്തിരിയൊക്കെ തെയ്യാതെ വരും. അതുകൊണ്ട് തന്നെ കുറച്ച് തോനെ പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് മാത്രം എടുത്തിട്ട് കുഴച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചേ. സ്വന്തം വീട്ടിൽ വരുമ്പോൾ കുറേ നേരം കിടന്നുറങ്ങാമെന്നൊക്കെ വിചാരിക്കും കേട്ടോ. പക്ഷേ എന്താ അറിയില്ല, ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ പതിവ് പോലെ എണീക്കുന്ന ടൈം ആകുമ്പം ഓട്ടോമാറ്റിക്കലി എണീറ്റ് പോകും കേട്ടോ. പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് വേണമെങ്കിൽ കിടന്നുറങ്ങാമല്ലോ എന്ന് വിചാരിച്ചേ. ഇന്ന് ഇവിടെ നബിദിന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ മോൻ്റെ നബിദിനം കാര്യങ്ങളൊക്കെ അടുത്ത ആഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിരുന്ന് വന്നത്. അല്ലെങ്കിൽ എന്തായാലും നമുക്ക് വിരുന്ന് വരാൻ ഓണ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് വിരുന്ന് വരാനും കാര്യങ്ങളൊന്നും കഴിയൂല. നമ്മൾ വീഡിയോ ഇടാൻ തന്നെ 2 ദിവസം വൈകിപ്പോയി. എന്തൊക്കെയൊക്കെ ഓരോ പ്രോബ്ലംസ് ആയതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ പത്തിരീൻ്റെ നല്ലപോലെ കുഴക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഓരോ ബോളാക്കിയിട്ട് പിന്നെ നമ്മൾ പരത്തിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ വീഡിയോ ഇടാൻ എന്താ പറയുക, അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ കുറേ ഇതായപ്പം വീഡിയോ ചെയ്യാൻ തന്നെ ഒരു മടി കുടുങ്ങി കേട്ടോ. കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ എൻ്റെ നാട്ടിലെ നബിദിനം കൂടാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെയൊക്കെ നബിദിനം ഇന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നബിദിനത്തിന് പോകാൻ വേണ്ടിയിട്ട് വേഗത പത്തിരി പരത്തലും ചുടലൊക്കെ തീർത്തിട്ട് വേഗം പോവാം, ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ വന്നിട്ടാക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഉമ്മ ഇങ്ങനെ ധൃതി കൂട്ടുന്നുണ്ട്, വേഗം ചെയ്യുക പറഞ്ഞിട്ട് കേട്ടോ. കാരണം എല്ലാവരും അയൽവാസികളൊക്കെ വേഗം കയറി പോയിട്ടുണ്ട്. അങ്ങനെ ഇതാ പത്തിരീൻ്റെ പാനൊക്കെ ചൂടായപ്പം അതിലേക്ക് ഇതാ ഓരോ പത്തിരി ഇട്ട് കൊടുത്തിട്ട് പത്തിരിയൊക്കെ ചുട്ടെടുത്ത് പെട്ടെന്ന് ഇതാ നമ്മൾ മെയിൻ റോഡിൻ്റെ അടയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനും എൻ്റെ നേരെ താഴെയുള്ള അനിയനും കൂടിയും ഒരു മദ്രസയിലാണ് പഠിച്ചത്. പക്ഷേ ചെറിയ ആങ്ങളെ പഠിച്ചിട്ടുള്ളത് വേറെ മദ്രസയിലാണ്. അപ്പോൾ അവിടുത്തെ നബിദിനം എന്നായതുകൊണ്ട് തന്നെ രാവിലെ ഉപ്പാൻ്റെ കൂടെ ഇഷ്യൂ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാം നമ്മളെ ഇവിടെ ഒരു വലിയ പള്ളിയുണ്ട്, ആ പള്ളിയിലേക്ക് സിയാറത്തിന് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം ഇവിടെ വെച്ചിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഇതാ താഴത്തുള്ള മദ്രസ ഒക്കെ കാണുന്നുണ്ട്. നല്ല രസമാണ് ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ. പണ്ട് നമ്മൾ മദ്രസ പോയി പഠിച്ചതും നമ്മൾ എന്താ പറയുക നബിദിനത്തിന് റാലിക്ക് കൊണ്ടുപോകാത്തതും ആ കളിക്കുമ്പോൾ പെണ്ണുങ്ങൾ അങ്ങനെ റാലിക്ക് കൊണ്ടുപോകലൊന്നുമില്ല. പക്ഷെ ഇപ്പൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പക്ഷെ ആദ്യമൊന്നും എന്താ പറയുക കൊണ്ടുപോകും, പക്ഷേ കുറച്ച് വലുപ്പമായി കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുപോകലൊക്കെ കുറവാണ്. അങ്ങനെ ഇതാ ദഫും കാര്യങ്ങളൊക്കെ കണ്ടു. ഓരോ മദ്രസത്തെ ഓരോ ദഫുകളാണ് കേട്ടോ. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ ആങ്ങളെ പഠിച്ചിട്ടുള്ള മദ്രസത്തെ എന്താ പറയുക റാലിയും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മളിപ്പോൾ കാണാൻ വന്നിട്ടുള്ള സ്ഥലത്ത് നാരങ്ങ വെള്ളം അതേപോലെ കേക്കുമാണ് കേട്ടോ അവർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉള്ളതുണ്ട് കേട്ടോ. 2-3 റാലി വന്നിട്ടുണ്ട്. ആ 2-3 മദ്രസത്തൊക്കെ ഇവിടുന്ന് തന്നെ നാരങ്ങ വെള്ളം കേക്കും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. മോന് രാവിലെ തന്നെ ഉപ്പാൻ്റെ കൂടെ പോകുമ്പോൾ കവറൊക്കെ കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ മുട്ടായും അതുപോലത്തെ ഐറ്റംസൊക്കെ കിട്ടും. അവൻ്റെ മദ്രസയിൽ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ചയാണ് കേട്ടോ നബിദിനും കാര്യങ്ങളൊക്കെ വരുന്നത്. കാരണം ഫസ്റ്റ് ഈക്കക്കാരതാണ്, അത് കഴിഞ്ഞിട്ടാണ് എപ്പിക്കാരത് ഉണ്ടാവാറുള്ളത് കേട്ടോ. അങ്ങനെ ഇതാ ഉപ്പ അവനക്ക് കേക്കൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ മുക്കം ഓർഫനേജിലെ എത്തിങ്ങാനത്തെ മക്കളൊന്നും വരുന്നില്ല കേട്ടോ ഇപ്രാവശ്യം. കാരണം ഓണം വെക്കേഷൻ ആയതുകൊണ്ട് അവരൊക്കെ നാട്ടിൽ പോകുന്നതുകൊണ്ട് ആ ഒരു റാലിയും കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ലാസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നബിദിന പരിപാടിയും കാര്യങ്ങളൊക്കെ കണ്ട് ലാസ്റ്റ് നമ്മൾ വീട്ടിലെത്തിയിട്ട് ഇതാ പത്തിരിയും ഇറച്ചിക്കറിയും കൂട്ടിയിട്ടാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് പത്തിരിയും ബീഫ് കറിയൊക്കെ ഉണ്ടാകുമ്പം എന്താ പറയുക അന്നത്തെ ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം പത്തിരിക്ക് ചിക്കൻ കറി ആയിക്കോട്ടെ ബീഫ് ആയിക്കോട്ടെ ഒന്നും കൂടി ഇഷ്ടമുള്ളത് ബീഫൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനാണ്. ഇങ്ങനെ പത്തിരിയും ബീഫും അല്ലെ പത്തിരിയും ചിക്കനൊക്കെ കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ളതെന്നുള്ളത് ഒന്ന് കമൻറ്റിൽ അറിയിക്കേണ്ടിട്ടോ. അങ്ങനെ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ഞങ്ങൾ തോട്ട് പോയിട്ട് അലക്കാൻ വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. കുറേയൊന്നുമില്ല കേട്ടോ അലക്കാൻ, കുറച്ച് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉമ്മാൻ്റെ കൂടെ നെയ്നൂന് ഇഷുവിനെയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ തോട്ടിലേക്ക് വന്നതാണ്.
തോട്ടിൽ ഇടയ്ക്ക് എന്താ പറയുക നമ്മൾ പോയി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഓരോരുത്തർ വരും കേട്ടോ. അപ്പോൾ ആരും ഇല്ലാത്ത സമയം നോക്കിയിട്ടാണ് അവൾ വന്നത്. നമുക്ക് നമ്മളവിടെ നിന്നിട്ട് തന്നെ തിരുമ്പുന്ന ഒച്ച നന്നായിട്ട് കേൾക്കാം. അപ്പോൾ ആരും ഇല്ലാത്ത സമയം നമുക്ക് വേഗം മനസ്സിലാവും കേട്ടോ. അങ്ങനെ ഇതാ തോട്ടിലെത്തി കഴിഞ്ഞപ്പോൾ മക്കളെ കൂടെ കുറച്ച് മീനൊക്കെ പിടിച്ചു കേട്ടോ. പിന്നെ ഇത് പണ്ടത്തെ ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നൊസ്റ്റാൾജി ഫീൽ ചെയ്യും കേട്ടോ. കാരണം നമ്മൾ കണ്ണാഞ്ചൂട്ടിനൊക്കെ എത്ര പ്രാവശ്യം പിടിച്ച് നടന്നിട്ടുണ്ട്, എന്നിട്ട് വീണ്ടും വെള്ളത്തിൽ തന്നെ കൊണ്ടുപോയിട്ടിട്ട് അതൊക്കെ ആലോചിക്കുമ്പോൾ നല്ലതാണ്. ഈ ഒരു വീഡിയോ 2 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ പിറ്റേ ദിവസം കല്യാണം ഉണ്ടായിരുന്നു ഫ്രണ്ടിൻ്റെ അനിയത്തിൻ്റെ, അതിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ബസ്സൊക്കെ കയറിയിട്ട് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ നിൽക്കുന്ന പുരയെന്നാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എത്തും. അപ്പോൾ നമുക്ക് കല്യാണം വന്നത് ഇടവണ്ണപ്പാറ MC മാളിൻ്റെ അടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഫ്രണ്ട്സിനൊക്കെ കുറേ കാലത്തിന് ശേഷം കണ്ടു കേട്ടോ. എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ജോലിക്ക് പോകുന്നുണ്ട് കേട്ടോ. ഞാനും ഇപ്പം കല്യാണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ സിസ്റ്ററിൻ്റെ, ഓളും ഞങ്ങൾ രണ്ടാളും മാത്രമാണ് സത്യം പറഞ്ഞാൽ ജോലിക്ക് പോകാത്ത. ഒന്നാമത് എനിക്ക് നെയിന് ചെറുതാണ്, ഓക്ക് ഇപ്പം നേരെ ഡെലിവറി കഴിഞ്ഞ് മോൾക്ക് കുറച്ചായിട്ടുള്ളൂ. അങ്ങനെ ഇതാ ലാസ്റ്റ് നമ്മൾ കല്യാണപ്പുരയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ആദ്യം തിരഞ്ഞത് ഞങ്ങളെ ഫ്രണ്ടിനെയാണ് കേട്ടോ. പിന്നെ ആണ് നമ്മൾ പുതിയണ്ണിനെയും കാര്യങ്ങളൊക്കെ തപ്പിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് അവളെ കസിനെയും എല്ലാവരെയും കണ്ടു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നേരെ പോയപ്പോഴാണ് ആദ്യം തന്നെ ചെന്നപ്പോൾ ഫുഡ് കഴിക്കാനാണ് കേട്ടോ വിട്ടിട്ടുണ്ടായിരുന്നത്. അവിടെ എന്താ പുതിയണ്ണ് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. അപ്പോൾ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല രസമുള്ള ചിക്കൻ ബിരിയാണിയാണ്. അങ്ങനെ ഇതാ ഫുഡ് കഴിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു കേട്ടോ. പണ്ടത്തെ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സത്യം പറഞ്ഞ് ചോദിക്കാനുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഐസ് ഉണ്ടായിരുന്നു. ഐസൊക്കെ കഴിച്ചു. പിന്നെ എന്തായാലും നമുക്ക് ഫോട്ടോ എടുക്കൽ നിർബന്ധമാണല്ലോ. അങ്ങനെ നമ്മൾ ഒരുമിച്ച് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ലാസ്റ്റ് ഇതാ ഒരു നാരങ്ങ സോഡയും കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ 3 ആളും പിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് നമുക്ക് മുക്കത്തേക്കുള്ള ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ മുക്കത്തേക്ക് പോന്നിട്ടുണ്ട്. സ്വന്തം വീട്ടിൽ കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മളെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസം തപ്പി നടന്ന ലാസ്റ്റ് നമ്മളെ കയ്യിലെത്തിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു കട്ടി കുറഞ്ഞിട്ടുള്ള സേമിയ. അതാ കുനാഫൻ്റെ ആ ഒരു സേമിയത്തിൻ്റെ ഇതുണ്ടല്ലോ അതാണ്. അപ്പോൾ ഇതൊരു പാക്കറ്റിന് 20 രൂപ എങ്ങാനാണ് കേട്ടോ വരുന്നത്. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെ ഇതാ ഞാൻ അത് കുറച്ച് മാത്രം എടുത്തിട്ട് നല്ലപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഇതുപോലെ വളച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ പൊട്ടി കിട്ടും കേട്ടോ. നല്ല എന്താ പറയുക കുനാഫയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ആ ഒരു ഇതാണ്. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് പിന്നെ ഞാൻ സ്വന്തം ഉണ്ടാക്കുന്ന റെസിപ്പി ആയതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ടൊന്നുമില്ല കേട്ടോ. ഇനി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും ചേർത്ത് അതൊന്ന് കുക്ക് ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. 3/4 കപ്പ് പാലിലേക്ക് നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ അത് ചേർത്തിട്ട് നല്ലപോലെ കട്ടയില്ലാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് കുറച്ച് പാലും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. തിളച്ച് വരുന്ന സമയത്ത് കസ്റ്റാർഡ് മിൽക്ക് ഉണ്ടല്ലോ പൗഡറൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ആ മിൽക്ക് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് മധുരത്തിന് വേണമെങ്കിൽ നമ്മുടെ മിൽക്ക് മേഡ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ യൂസ് ആക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ എന്താ പറയുക കട്ടിയായി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ചൂടോട് കൂടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വേവിച്ച് വെച്ച സേമിയയും അതേപോലെ ഈ ഒരു കസ്റ്റാർഡ് മിൽക്ക് ഉണ്ടല്ലോ അതും കൂടി മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ കഴിക്കാം. ഞാൻ കുറച്ച് അങ്ങനെ കഴിക്കുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ ഒരു കണ്ടെയ്നറിൽ ജസ്റ്റ് ബാക്കി വന്നിട്ടുള്ള കസ്റ്റാർഡ് മിൽക്ക് ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഈ സേമിയത്തിൻ്റെ മിക്സൊക്കെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് തണുപ്പിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ തണുപ്പിച്ചിട്ടാണ് കഴിക്കാനൊന്നും കൂടി എന്താ പറയുക ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.